ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് കാരണം ഇപ്പോൾ നമ്മുടെ സമ്മർ സീസണാണ്, മാംഗോൻ്റെ സീസണാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി മാംഗോ പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാംഗോ പുഡിംഗ് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അധികം സമയമൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. ഇതിലുണ്ടാക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും മാങ്ങയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീം എടുത്തിട്ട് എല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ നമ്മൾ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാമെന്ന് ആലോചിക്കും. പക്ഷെ വളരെ സിമ്പിളാണ്. അതിൻ്റെ റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. എങ്ങനെയാണ് സിമ്പിളായിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ മാംഗോ പുഡിംഗ് ആണ്. എല്ലാവരും ആ റെസിപ്പി പോയി കണ്ടിട്ട് വരും. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതും കൂടാതെ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 വലിയ മാങ്ങ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാ മാങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുഡിങ്ങിന് വേണ്ടി അൽഫോൺസ മാമ്പഴം തന്നെ വേണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുക്കാം. ആ ഓരോ മാങ്ങയ്ക്കും ഓരോ ഫ്ലേവർ ആയിരിക്കും. പിന്നെ എടുക്കുമ്പോൾ കുറച്ച് നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. അപ്പോൾ അത് ആ മാങ്ങ 4 വലിയ മാങ്ങയാണ് മിക്സിയിലേക്ക് ഇടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അൽഫോൺസാന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാംഗോ എസൻസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം ഇതിലേക്ക് മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മാങ്ങ നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ 4 മാങ്ങ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടായിരിക്കണം കേട്ടോ ഇത്. അപ്പോൾ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഞാരൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ആ ഞാരൊക്കെ കളയണം. അപ്പോൾ അതാ നമ്മൾ മാങ്ങ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റായിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ നല്ല അടിപൊളി ക്രീമി പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പൾപ്പ് നമുക്ക് ഇനി അവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ജെലാറ്റിൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതാ ജെലാറ്റിൻ നമ്മളിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ആ 2.5 ടീസ്പൂണിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കണം. അപ്പോൾ അത് 2.5 ടീസ്പൂണിലൊരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ തണുത്ത സാധാ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കുതിർക്കുക. അതിന് ശേഷം വേണം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അപ്പോൾ അതാണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് കുതിർക്കുക. അപ്പോഴേക്കും ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇത് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഈ ഒരു കപ്പിൽ 1 കപ്പ് ഫുള്ളാണ് ഞാൻ എടുക്കുന്നത്. ജെലാറ്റിൻ മിക്സ് ചെയ്തിട്ട് അത്രയും വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൾപ്പ് റെഡിയായി, ജെലാറ്റിൻ റെഡിയായി. പിന്നെ ഫ്രഷ് ക്രീം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നമുക്ക് ഈ ചാനലിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യാം. അപ്പോൾ അതാ ജെലാറ്റിൻ റെഡിയായി ഒരു ഗ്ലാസ്സിൽ. അപ്പോൾ ഇതൊരു 1/2 കപ്പേ ഉണ്ടാവുള്ളൂ ഈ അളന്നെടുക്കുമ്പോൾ. 1/2 കപ്പ് ഉണ്ടാവില്ല, ഒരു 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മൾ ആദ്യം പാൻ വെച്ച് നമ്മുടെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇടണം നമ്മുടെ തീ. അതിന് ശേഷം നമ്മുടെ ഈ മാംഗോ പൾപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായി ചൂടാവണ വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇടവിടാണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ, നമ്മുടെ നന്നായിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ മാംഗോ പേസ്റ്റ്. പൾപ്പ് നല്ല സൂപ്പറാണ്. നല്ല മധുരമുള്ള മാങ്ങയും കൂടിയാണ്. മധുരം നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റുകയും ചെയ്യാം. അപ്പോൾ അതാ നല്ല ക്രീമി ആയിട്ട് നല്ല ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ജെലാറ്റിൻ ഒഴിച്ചതിന് ശേഷം നല്ല ഈവനായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ക്രീമി ആയിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫ്രഷ് ക്രീമും പാലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു സോഫ്റ്റ്
ക്രീമി പൾപ്പ് ആവണ വരെ മിക്സ് ചെയ്യുക. അപ്പോൾ ഉണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ആ വൈറ്റ് കളറൊക്കെ മാറി നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ അതാ നമുക്ക് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മിൽക്കാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് മിൽക്കാണ് ആഡ് ചെയ്തത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാ പാല്, റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ഈവൻ മിക്സായിട്ട് എടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ സ്റ്റൗ കത്തിച്ച് ഇതിനിടയിൽ നമ്മൾ മധുരം നോക്കാൻ മറക്കരുത്. പുഡിങ്ങിൽ ഒത്തിരി മധുരം കൂട്ടി നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് സെറ്റാവുമ്പോൾ കറക്റ്റാവുക മധുരം. അപ്പോൾ അതാ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര അലിയണ വരെ ഒന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഷ് ക്രീമും മിൽക്കും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ അതാ ഇതിൽ നമുക്കിത് പാനിലേക്ക്, ഒരു ഗ്ലാസ്സിലേക്ക്, നമ്മൾ റൂം ടെമ്പറേച്ചർ ആണോ വരെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നല്ല ക്രീമി തിക്ക് കൺസിസ്റ്റൻസിയാണ്. നല്ല ഉണ്ടോ, ആ ഒരു ഫ്ലോ ഉണ്ട് അതിന്. ഇനി നമുക്കിതൊരു ഇതിലേക്ക് മാറ്റാം, ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം, ഒരു കപ്പിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റി. ഇനി ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളിത് ഇൻഡിവിജ്വൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കൊക്കെ ഒഴിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ മോൾസ് ഓരോ ഗ്ലാസ്സിലേക്കായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാകും. നേരെ നല്ലൊരു ഡെക്കറേഷനൊക്കെ കൊടുത്ത് നല്ലൊരു ഗാർണിഷിങ്ങൊക്കെ കൊടുത്ത് നേരെ സെർവ് ചെയ്യാം. അപ്പോൾ അതാ എല്ലാം, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ഗ്ലാസ് ചെറുതാണ് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇനി ഇത് നമ്മൾ റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റോ വെച്ച് കവർ ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു 6 hours, മിനിമം 6 hours വെക്കണം. മാക്സിമം അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ്, ഇപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുത്താലും മതി. അപ്പോൾ അതാ ഞാനിപ്പോൾ കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്ത് നമുക്ക് റൂം ടെമ്പറേച്ചർ ആവാൻ ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ എല്ലാ പ്രശ്നവും. ഇത് സെറ്റായാൽ മതി. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പിറ്റേ പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇത് ഗ്ലാസ്സിലാവുമ്പോൾ നമുക്കതിനെ കറക്റ്റ് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്ത് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ മോർ ദാൻ 6 hours കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ റെഡി ആയിരിക്കുകയാണ്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ, നല്ല സ്കൂപ്പ് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കൺസിസ്റ്റൻസിലാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ മാങ്ങ അരിഞ്ഞതിൻ്റെ കുറച്ച് സ്മോളായിട്ട് അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മിൻറ്റ് ലീവ്സും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മാംഗോ പുഡിങ് റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഈ മാമ്പഴക്കാലത്ത് ഈ സീസണിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തിങ്ങനെ വരും. നല്ലൊരു സ്വീറ്റ് ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അടിപൊളി മാംഗോ പുഡിങ് തയ്യാറാക്കുന്നത്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാം. ഓക്കെ, ബൈ ബൈ.